ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയെ ലാളിത്യത്തിന്റെ പരകോടിയെന്നാണ് ലോകം വാഴ്ത്തുന്നത്. സ്വർണ്ണക്കുരിശും ചുവന്ന ഷൂസും ധരിക്കാൻ അദ്ദേഹം പലപ്പോഴും വിസമ്മതിച്ചിരുന്നു. വത്തിക്കാൻ കൊട്ടാരത്തിൽ താമസിക്കാനും അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് രസകരമായ വസ്തുതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അർജന്റീനയിൽ 1936 ഫ്രാൻസിസിന്റെ ജനനം. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഇറ്റാലിയൻ, സ്പാനിഷ് എന്നീ ഭാഷകൾ പഠിച്ചിരുന്നു. കത്തോലിക്ക സഭയുടെ നേതാവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ഫെബ്രുവരി 14 അസുഖം വന്നതിനെ തുടർന്ന് അദ്ദേഹത്തെ റോമിലെ ഒരു ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. ശ്വാസകോശത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചതിനാൽ അസുഖം മൂർച്ഛിച്ചു. 5 ആഴ്ചയിലേറെ നീണ്ട ആശുപത്രി ചികിത്സയ്ക്ക് ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ സുഖം പ്രാപിച്ചു. തുടർന്ന് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്തത്. വത്തിക്കാനിലെ വസതിയിലാണ് അദ്ദേഹം അന്തരിച്ചതായ റിപ്പോർട്ടുകൾ പുറത്തുവന്നതും. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. തെക്കേ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പാണ് ഫ്രാൻസിസ്. ജെസ്യൂട്ട് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പും ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യ വ്യക്തിയുമായിരുന്നു മാർപ്പാപ്പ. അദ്ദേഹത്തിന്റെ സ്വർണ്ണക്കുരിശ് വളരെ പ്രശസ്തമാണ്. ലളിതമായതുകൊണ്ടാണ് അത്രയും പ്രശസ്തമായതും. എർമിൻ കൊണ്ടൊതുക്കിയ ചുവന്ന വെൽവെറ്റ് മോച്ചേട്ട, സ്വർണ്ണ പെക്ടറൽ കുരിശ്, ചുവന്ന ഷൂസ് എന്നിവ ധരിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചിരുന്നു. ഇതിനു പകരം ഒരു വെള്ളിക്കുരിശും കറുത്ത ഷൂസുമാണ് അദ്ദേഹം ധരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. വത്തിക്കാൻ കൊട്ടാരത്തിൽ താമസിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സ്ഥലം നൽകിയിരുന്നു. പക്ഷേ അവിടെ താമസിക്കാനും അദ്ദേഹം വിസമ്മതിച്ചു. അതിനു പകരം തോമസ് കാസ മാർട്ടയിൽ താമസിക്കുകയായിരുന്നു. കുട്ടിക്കാലം മുതൽ തന്നെ പോപ്പിന് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. ഇതുമൂലം ശ്വാസകോശത്തിന്റെ പകുതിയും അദ്ദേഹത്തിന് നഷ്ടമായി. മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു ശ്വാസകോശം മാത്രമേ പ്രവർത്തനക്ഷമമായിരുന്നുള്ളൂ. സ്ത്രീകളെ ശാക്തീകരിക്കുകയും അവരുടെ പുരോഗതിക്കായി പ്രവർത്തിക്കുകയും ചെയ്തു. സ്ത്രീകളെ ഭരണപരമായ സ്ഥാനങ്ങളിലേക്ക് നിയമിച്ചു. കുട്ടികളെ സ്നേഹിച്ചു. ഒരു ചെറിയ വീട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. ബ്യൂണസ് എയർസിലെ ആർച്ച് ബിഷപ്പായിരുന്നപ്പോഴും അദ്ദേഹം ഔദ്യോഗിക വസതിയിലായിരുന്നില്ല താമസിച്ചിരുന്നത്. മറിച്ച് പ്രാന്തപ്രദേശത്തുള്ള ഒരു ചെറിയ വീട്ടിലായിരുന്നു താമസം. അതുപോലെ അദ്ദേഹം ഒരിക്കലും ആർച്ച് ബിഷപ്പിന്റെ വാഹനവും ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. സാധാരണക്കാരോടൊപ്പം ബസ്സുകളിലും ട്രെയിനുകളിലുമായിരുന്നു യാത്ര ചെയ്തത്. റോമിൽ നിന്ന് പോകേണ്ടി വന്നപ്പോഴും അദ്ദേഹം വിമാനത്തിൽ ഇക്കണോമിക് ക്ലാസ്സിലാണ് യാത്ര ചെയ്തിരുന്നത്. 2013 ആർച്ച് ബിഷപ്പായിരിക്കെയാണ് അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പയായി സ്ഥാനമേൽക്കുന്നത്. ആയിരക്കണക്കിന് അർജന്റീനക്കാരാണ് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ റോമിലേക്ക് പോകാൻ പദ്ധതിയിട്ടിരുന്നത്. ഇതറിഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പ റോം സന്ദർശനത്തിനായി അധികം പണം ചെലവഴിക്കാൻ ആഗ്രഹിച്ചില്ല. പകരം വിമാന ടിക്കറ്റിനായി നിങ്ങൾ ചെലവഴിക്കുന്ന പണം പാവപ്പെട്ടവർക്ക് നൽകാനാണ് അദ്ദേഹം പറഞ്ഞത്. ഫ്രാൻസിസ് മാർപ്പാപ്പയായതിനു ശേഷവും അദ്ദേഹത്തിന്റെ ലാളിത്യത്തിന് മാറ്റമൊന്നും ഉണ്ടായില്ല. അദ്ദേഹം എല്ലാവരോടും സ്നേഹം കാണിച്ചു.